ഹലോ ഫ്രണ്ട്സ്, ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വുഡാവിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വുഡാവിനെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ അതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ ഈ കഥയിലും നമ്മൾ വേറൊരു ഭാഗമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്കത് പറയാനായിട്ട് പറ്റുക. അല്ലെങ്കിൽ നമ്മൾക്ക് കാണാപ്പാഠം പഠിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് ഒരിക്കലും അതൊരു ശരിയാവില്ല. സോ ജസ്റ്റ് എക്സ്പീരിയൻസ് ഇറ്റ്. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ കഥയിലേക്ക് നമുക്ക് കിടക്കാം. ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു ഷെയറിങ് ആൻഡ് കെയറിങ് ഒക്കെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു കഥയാണ് ഇന്നത്തെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അത് ഈ കഥയുടെ പേര് എന്ന് പറയുന്നത് പെയ്ഡ് ഫുൾ എന്നാണ്. അതായത് എല്ലാ സംഭവം മുഴുവനായിട്ട് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു മീനിങ് വരുന്ന ഒരു കഥയാണ്. സോ ദ ബോയ് came to his mother who was fixing dinner. ഫിക്സിങ് ഡിന്നർ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിന്നർ പ്രിപ്പയർ ചെയ്യുക, ഒരു പ്രത്യേക മീലിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ഫിക്സ് ദ ഡിന്നർ അല്ലെങ്കിൽ ഫിക്സ് ദ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഷി വാസ് ഫിക്സിങ് ദ ഡിന്നർ. Okay, so she was preparing something for her, for the family. അപ്പൊ ഇത് ഇങ്ങനെ അവള് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ ആരാണ് വരുന്നത്? അവളുടെ മകൻ വന്നു. He handed over a paper to his mother which he had been writing. അപ്പോ which he had been writing, അവൻ എഴുതിക്കൊണ്ടിരുന്ന ഒരു പേപ്പർ, അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് he had been writing. അപ്പൊ എപ്പോഴാണ് had been എന്നുള്ള ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുക? അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞ പോലെ ഹി വാസ് റൈറ്റിംഗ് എ പേപ്പർ സോ ഹി ഹാൻഡഡ് ഓവർ ഇറ്റ്, അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലെ. അത് അവൻ അത് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മൾ കുറെ മുൻപ് നടന്നിട്ടുള്ള ഒരു കാര്യം, ഇത് ഇപ്പോഴല്ല, കുറച്ച് മുൻപ് നടന്ന ഒരു കാര്യം, അത് നടന്ന ഒരു കാര്യം എങ്ങനെയായിരുന്നു? അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയായിരുന്നു. അത് ആണ് നമ്മൾ ആ ഒരു പ്രവൃത്തി ആ ഒരു നിശ്ചിത സമയത്ത്, അതായത് ഇപ്പോഴത്തെ അല്ല, കുറച്ചു മുൻപ് നിശ്ചിത സമയം വരെ ഒരു പ്രവൃത്തി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രയോഗിക്കാവുന്നതാണ് ഹി ഹാഡ് ബീൻ റൈറ്റിംഗ്. സോ അത് കഴിഞ്ഞിട്ട് ആ ഒരു ബാക്കി ഒരു ഇതും കൂടിയുണ്ട്, അതിൻ്റെ ഒരു വാലുണ്ട്. എന്താണ്? ഹി ഹാൻഡഡ് ഓവർ, അതായത് അവൻ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോ ഒരു പ്രവൃത്തി, അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട് പ്രവർത്തികൾ നടക്കുന്നുണ്ട്. എന്താണ് രണ്ട് പ്രവൃത്തി? ഒന്ന്, അവൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പേപ്പർ, അതായത് അവൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം, അത് അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? അവൻ ഹാൻഡ് ഓവർ ചെയ്തു എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ രണ്ട് പ്രവർത്തികൾ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഹാഡ് ബീൻ റൈറ്റിംഗ്, അതായത് ഒന്ന് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ, അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മൾ ഫിനിഷ് ചെയ്തു, അത് അവിടെ കഴിഞ്ഞു, ആ ഒരു പ്രവൃത്തിയോട് കൂടി വേറൊരു പ്രവൃത്തിയോട് കൂടി അത് അവിടെ ഫിനിഷ് ചെയ്തു എന്ന് നമുക്ക് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രയോഗം പ്രയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സെന്റൻസ് എങ്ങനെയാണ്? ഹി ഹാൻഡഡ് ഓവർ, അവൻ കൊടുത്തു. അപ്പൊ അവൻ കൊടുത്തത് എന്താണ്? which he had been writing, അവൻ എഴുതിക്കൊണ്ടിരുന്ന ഒരു പേപ്പർ അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവൻ കൊടുത്തു. സോ ഷീ ടുക്ക് ദാറ്റ് പേപ്പർ ആൻഡ് ഷീ ബിഗാൻ ടു റീഡ് ഇറ്റ്. അപ്പൊ അവരെന്ത് ചെയ്തു? അത് വായിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അവൻ ഇങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവന് കുറച്ച് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്, അതിനെല്ലാം അവൻ ഇത്ര പൈസ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഐ വെന്റ് ടു ദ മാർക്കറ്റ്. അപ്പൊ അതിന് 20 rupees അവൻ എഴുതി വെച്ചിരിക്കുകയാണ്. അവൻ എന്താണ് മാർക്കറ്റിൽ പോയി, അപ്പോൾ 20 രൂപ. ഓക്കെ, ഐ ക്ലീൻ ദ യാർഡ്, അല്ലെങ്കിൽ ക്ലീൻ ദ യാർഡ്, യാർഡൊക്കെ, അതായത് എന്താണ് പറമ്പ് അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവൻ എഴുതിയിരിക്കുകയാണ് ഫോർ ദാറ്റ് 20 rupees. അവൻ അതിന് എഴുതി 20 rupees. ഓക്കെ, ദെൻ ഹി ബോട്ട് ഓറഞ്ചസ്, ആപ്പിൾ ആൻഡ് മാംഗോ ഫ്രം ദ ഷോപ്പ്. അപ്പൊ ഈ ഷോപ്പിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്നു. ഇതൊക്കെ മേടിച്ചു കൊണ്ടുവന്നതിന് അവൻ എഗെയിൻ അവൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ് എഴുതി വെച്ചിരിക്കുന്നത്? എഗെയിൻ
15 rupees. അപ്പൊ അവൻ പോയി വന്നതിന്റെ കണക്കുകളാണ് അവൻ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവൻ അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അതാണ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ എഴുതിയിട്ടുണ്ട്. ടോട്ടൽ 150 rupees എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. സോ ദ മദർ ടുക്ക് ദാറ്റ് വൺ ആൻഡ് ടേൺഡ് ഓവർ ദ പേപ്പർ ആൻഡ് ഷി ബിഗാൻ ടു റൈറ്റ് സംതിങ്. അങ്ങനെ അവര് അതെടുത്തിട്ട് അവർ തിരിച്ചു വെച്ചിട്ട് അവരും ചില കാര്യങ്ങൾ എഴുതാനായിട്ട് തുടങ്ങി. അതെന്തൊക്കെയായിരുന്നു? ഓക്കെ, ഐ ക്യാരിഡ് യു 9 months, നോ ചാർജ്. ഞാൻ നിന്നെ 9 മാസം വയറ്റിൽ കൊണ്ട് നടന്നിട്ടുണ്ട്. അതിനെന്താണ്? ചാർജ് ഒന്നുമില്ല, അല്ലേ? നോ ചാർജ്. ഓക്കെ, whenever you are sick, I nursed you, I doctored you. നോ ചാർജസ്. നീ അസുഖം വന്നപ്പോഴൊക്കെ എന്താണ്? നിന്നെ ഞാൻ പരിചരിച്ചു. ഞാൻ നിന്നെ ഡോക്ടേർഡ് എന്ന് പറയുന്നത് നിന്നെ റിപ്പയർ ചെയ്യുക. അതായത് നമ്മൾ ആ പരിചരണം തന്നെയാണ്. അതായത് അസുഖങ്ങൾ മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ വരുന്നത്. അതും ചെയ്തു. അതിന് നോ ചാർജസ്. അതിനും ചാർജുകൾ ഒന്നും തന്നെയില്ല. അതുപോലെ തന്നെ whenever you need a support from me, I supported you. എപ്പോഴൊക്കെയാണ് നിനക്ക് ആ സപ്പോർട്ട് വേണ്ടത്, ആ സമയത്തൊക്കെ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തു. നോ ചാർജസ്. അതിനും ചാർജുകൾ ഒന്നും തന്നെയില്ല. whenever you are sick, I prayed for you. നീ സിക്കായിരുന്നപ്പോ ഞാൻ വേറെന്താ ചെയ്തത്? ഞാൻ പ്രേ ചെയ്തു നിനക്ക് വേണ്ടിയിട്ട്, അല്ലെ? നോ ചാർജസ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഈ അമ്മ അവിടെ എഴുതിയിട്ട് അവന് കൊടുക്കാൻ പറഞ്ഞു. ടോട്ടൽ ഓൺലി ലവ്. എല്ലാം കൂടെ സമ്മപ്പ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന സംഭവമാണ്. എന്താണ്? ലവ്, സ്നേഹം മാത്രമാണ്. ആൻഡ് when the boy began to read that one, his eyes filled with tears. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര സങ്കടമായി. അവന് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ, അവന്റെ കണ്ണ് നിറഞ്ഞു പോയി ഇതിങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ. സോ ഹി ഹഗ്ഡ് ഹിസ് മദർ. അവന്റെ അമ്മേനെ അവൻ കെട്ടിപ്പിടിച്ചു. ശരിക്കും ഇങ്ങനെ തന്നെയാണ് അമ്മമാര് നമ്മുടെ ഈ മക്കളെ വളർത്തുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യത്തിനോ കണക്കുകൾ ഒരിക്കലും തന്നെ വെക്കാറില്ല. അതെല്ലാം ആ അമ്മ അല്ലെങ്കിൽ അച്ഛൻ നമുക്ക് നമ്മുടെ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും മക്കൾ തിരിച്ച് കണക്ക് പറയാറുണ്ട്. ഞാൻ ഇന്ന കാര്യം ചെയ്തു, ഞാൻ അവിടെ പോയി, ഞാൻ ഇവിടെ പോയി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരുന്ന് വാങ്ങി, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇങ്ങനെയാണ് കൊണ്ടു നടന്നത്. ഇതിനൊക്കെ ചിലപ്പോഴെങ്കിലും ചില സമയത്തെങ്കിലും നമ്മൾ കണക്ക് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കണക്ക് പറയേണ്ട ആവശ്യം ഇവിടെയില്ല. കാരണം ചെറുപ്പം മുതലേ നമ്മളെ വളർത്തി വലുതാക്കിയ അപ്പനോടും അമ്മയോടും നമുക്ക് കണക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. കണക്ക് പറയുന്നത് തന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എത്രമാത്രം തെറ്റാണെന്നുള്ളത് നമുക്കറിയാം. സോ ഗൈസ്, ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക്, ഈ കഥയിലൂടെ നിങ്ങൾക്ക് ഗ്രാമറിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ചില വൊക്കാബുലറിയും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓൾറൈറ്റ്, സോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ ഇടുക. നമ്മൾ അതുമായിട്ട് വരുന്നതായിരിക്കും.